ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി അതിലെ വെള്ളം മുഴുവൻ തോർന്നതിന് ശേഷമാണ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും എടുത്തിട്ടുണ്ട്. ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ അവസാനം ചേർക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീഫിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബീഫിലേക്ക് മസാലകളും ഉപ്പും എല്ലാം നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യത്തില്ല, അത് അവസാനം നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ബീഫ് ഈ മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. ഒരല്പം പോലും വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഉപ്പും ഒക്കെ ആയി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഏതായാലും നമുക്കൊരു അരമണിക്കൂറത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് അടുപ്പിൽ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കിയെടുക്കാൻ. ഒരു 1-2 വിസിൽ വന്നു കഴിയുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ തീ കുറച്ചുകൂടി കൂട്ടി വെച്ച് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബീഫ് നല്ല ഇളത്ത ബീഫാണ്. അതുകൊണ്ട് ഇതൊരു 4-5 വിസിൽ വരുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് മൂത്ത ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യം ഇത് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ. അത് കഴിഞ്ഞ് അത് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാതെയാണ് വെച്ചത്. എന്നിട്ടും വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ കുറച്ചേറെ വെള്ളമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബീഫ് ഫ്രൈ ആക്കുന്നതെന്ന് നോക്കാം. അതിനായി അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കണം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം മഞ്ഞൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഒരു 1-2 മിനിറ്റ് തീയിൽ കിടന്ന് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബീഫിലുള്ള വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ തീ ആദ്യം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമെല്ലാം നന്നായി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലെ തീരെ ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് കുറേയേറെ നേരം ഇത് പറ്റണം. അങ്ങനെ ഇത് നല്ല ഫ്രൈ ആയി കിട്ടും. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് ഇനി ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ ഇടയ്ക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ. അങ്ങനെ നമുക്കിതിനി ഒരു കുറേയേറെ നേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ ബീഫ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം ഞാൻ ഒരു ടീസ്പൂൺ വീതം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം
കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. താങ്ക് യു.